മൗനരാഗം സീരിയലിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു കിട്ടിലം പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ആ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ സി എസും കല്യാണിയും കൂടെ കാറിൽ വരികയാണ്. അപ്പോൾ അതിന് തടഞ്ഞു നിർത്തുകയാണ് നമ്മുടെ താര കൈ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സി എസ് വണ്ടി നിർത്തിയിട്ട് സി എസും നമ്മുടെ കല്യാണിയും കൂടെ ഇറങ്ങുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, താരയോട് കാര്യം ചോദിക്കുകയാണ്, എന്തിനാ തടഞ്ഞത്, കൈ കാണിച്ചത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താര ഒരു ആഗ്രഹം പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സരയുവിൻ്റെ കാര്യമാണ്. സരയുവിനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണ് നമ്മുടെ താര പറയുന്നത്. ഒരു ദിവസം സ്വന്തം മകളെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ താര പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ സി എസ് പറയാണ്, നീ സമാധാനമായിട്ടിരിക്കും താരേ, നിൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ആഗ്രഹവും പറഞ്ഞിട്ട് നീ എൻ്റെ മുന്നിൽ വന്നേക്കരുത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സി എസ്. നമ്മുടെ താര അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാലയണ്ണനുണ്ടല്ലോ, നമ്മുടെ പ്രകാശിനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നീ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണം പ്രകാശ എന്നും പറഞ്ഞ്, അതായിരുന്നു ഇന്നലെ എപ്പിസോഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ അത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മുടെ ബാലണ്ണൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നമ്മുടെ പ്രകാശൻ ചെല്ലുകയാണ്. എന്നിട്ട് വിളിപ്പിച്ച കാര്യം നമ്മുടെ ബാലണ്ണനോട് നമ്മുടെ പ്രകാശൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാലണ്ണൻ പറയുകയാണ്, എടാ പ്രകാശ, ഞാൻ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല, ഒരു ലോങ് ഓട്ടോ ഉണ്ട്, നിനക്കത് പോവാൻ പറ്റുമോ? നിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ച് മോശമാണല്ലോ, അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല പൈസയും കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശം പറയുകയാണ്, എത്ര ലോങ് ഓട്ടോ ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല ബാലണ്ണ, എൻ്റെ ആരോഗ്യസ്ഥിതിയൊന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ അമ്മ അന്യ വീട്ടിൽ പോയി എച്ചിൽ പാത്രം കഴുകിയും കഷ്ടപ്പെട്ടും കൊണ്ടുവരുന്ന അന്നോണ് ഞാൻ കഴിക്കുന്നത്. അതെനിക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അമ്മയെ വീട്ടിലിരുത്താലോ, എന്തെങ്കിലും ജോലിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അത് എൻ്റെ അമ്മയ്ക്ക് നല്ല ആശ്വാസമാവും. ഈ വയസ്സാം കാലത്ത് എൻ്റെ അമ്മയെ കഷ്ടപ്പെടുത്തി ആഹാരം കഴിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല. എത്ര വലിയ ഓട്ടോ ആണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ അണ്ണൻ പറഞ്ഞ ആ പെങ്കൊച്ചിനെ ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം എന്നിങ്ങനെ നമ്മുടെ പ്രകാശം ബാലണ്ണനോട് പറയുകയാണ്. സംഭവം ആ പെങ്കൊച്ച് എന്ന് പറയുന്നത് അത് കാണിക്കുന്നില്ല, ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മൗനരാഗം സീരിയലിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പ്രകാശിനെയൊക്കെ കാണിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ കാണിക്കുന്നുണ്ടെന്ന് ഇന്നലത്തെയും മിനിങ്ങാന്നത്തെയും ഒക്കെ എപ്പിസോഡിൽ നമ്മൾ പറയുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപക്ഷെ ആ പെൺകുട്ടിയായിരിക്കണം ലോങ് ട്രിപ്പായിട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. പിന്നീട് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സി എസും രൂപയും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ സി എസ് രൂപയോട് പറയുകയാണ്, രൂപേ, താരയുടെ ആഗ്രഹം ഒരമ്മയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. നമുക്ക് അത് എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രൂപ ചോദിക്കുകയാണ്, അത് എങ്ങനെയാണ്, നമ്മളിനി അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? എന്ത് തന്നെയാണെങ്കിലും എത്ര റിസ്ക് എടുത്താണെങ്കിലും അവളൊരു അമ്മയല്ലേ, ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണം എന്നിങ്ങനെ സി എസും രൂപയും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. പിന്നീട് ലാസ്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കല്യാണി ഇങ്ങനെ ചരിഞ്ഞ് കിടന്നുറങ്ങുകയാണ്. നമ്മുടെ താര കല്യാണിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കല്യാണിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ അവർ അമ്മയും മകളും കൂടി ചേർന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. അത് കാണിച്ചാണ് നമ്മുടെ പ്രൊമോ വീഡിയോ അവസാനിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ആയിരുന്നു. അതിൽ നിന്ന് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി, അതിനേക്കാൾ അടിപൊളി എപ്പിസോഡായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് ഒറ്റ മനുഷ്യരും, അതായത് മൗനരാഗം സീരിയൽ ഇഷ്ടപ്പെടുന്ന ആര് തന്നെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ മിസ്സാക്കി കളയരുത്. അതിൻ്റെ റിവ്യൂമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് എനിക്ക് സബ് തന്നുകൊണ്ടിരുന്ന, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അവരെയൊക്കെ അറിയിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയും എനിക്ക് നൽകുന്ന പ്രോത്സാഹനത്തിനൊക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവർ, സീരിയൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. നമ്മുടെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ട്
നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്താലും എനിക്ക് സങ്കടമൊന്നുമില്ല. പിന്നെ എന്താണ്, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു പ്രതികരണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഡിസ്ലൈക്ക് ആയാലും പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ കമൻറ്റ് ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ആ ഒരു സങ്കടം നല്ല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കത് കമൻറ്റിലൂടെ പറയാമല്ലോ. എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം എൻ്റെ സബ്സ്ക്രൈബർ ഏകദേശം 5500 കടന്നിരിക്കുകയാണ്. അത് എന്നെപ്പോലുള്ള ഒരു ന്യൂ യൂട്യൂബേഴ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരോടും വീണ്ടും ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇനിയൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ ഉടനെ തന്നെ പറന്നു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.